അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഒരു സ്പെഷ്യൽ ഇന്നലത്തെ തന്നെ കേട്ടോ. പൂമീൻ കറി വെച്ചതിൻ്റെ ബാക്കിയുണ്ടായി, 2-3 കഷ്ണം ഉണ്ടായി. അത് ഞാൻ ചൂടാക്കിയൊക്കെ എടുത്തു റെഡിയാക്കി വെച്ചതാണ്. ഈ പൂമീൻ ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാനായിട്ട്, 3-4 കഷ്ണം അത് വറുത്തെടുത്തു. പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ, ചീരത്തോരൻ. അപ്പോൾ മാർക്കറ്റിൽ പോയപ്പോഴല്ല, ഇവിടെ ഒരു ചേട്ടൻ മാർക്കറ്റിലൊക്കെ വിൽക്കുന്ന ചേട്ടനാണ്. അപ്പോൾ വീട്ടിൽ തന്നെ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ചീര. അപ്പോൾ ഒരു കെട്ട് 20 രൂപയുടെ ഒരു ചീരക്കെട്ട് വാങ്ങിച്ച്. നല്ലതായിരുന്നു, നല്ല ഫ്രഷ് ചീരയായിരുന്നു. അതാണ് ഒരെണ്ണം തോരൻ വെച്ചിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. കൂടെ ഒരു നമ്മുടെ പൊന്നു നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. 2-3 കഷ്ണം മീനുണ്ട് ഇതിൽ. ചെറിയ കഷ്ണമാണ്, വലിയ കഷ്ണമൊക്കെ ഇന്നലെ തന്നെ തീർന്നു. വാലും നടുനുറുക്കൊക്കെ ആയിട്ട് ഒരു 3 കഷ്ണം മീനുണ്ട് ഇതിൽ. അപ്പോൾ അല്പം ചാറും 2-3 കഷ്ണം മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരു തട്ടിക്കൂട്ട് കറി ഇതാണ് ഉച്ചക്കത്തേക്ക്. ഇനി അല്പം ചീര കൂടി തോരൻ വെക്കണം, അത് മതി. അച്ചാറും ഉണ്ടല്ലോ. ഒരു കറി ഇതാണ് കേട്ടോ. നല്ല കുറുകുറ അച്ചാറ് അല്പം ഉണ്ട്, 2-3 കഷ്ണം മീനും ഉണ്ട്. അപ്പോഴേ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡിന് ഒരു സ്പെഷ്യൽ ചീരയാണ് കേട്ടോ. ഇത് കണ്ട അടിപൊളി ചീര, നാടൻ ചീര വീട്ടിലൊരു ചേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് 20 രൂപക്കാണ് കേട്ടോ. നല്ല അടിപൊളി ചുമന്ന ചീരയാണ്. അപ്പോൾ മുന്നുമാണ് ഇങ്ങനെ മേടിക്കണം കേട്ടോ. ചീര അങ്ങനെ ഞാൻ മേടിക്കാറില്ല, പാടല്ലേ ഇതൊക്കെ നന്നാക്കിയെടുക്കാൻ. അപ്പോൾ ഏതായാലും ഇന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിലേക്ക് ഒന്ന് മാറ്റിയിട്ട് തണ്ടും മാറ്റി സെപ്പറേറ്റ് ആക്കാം. അതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ഒരുവിധം നല്ല വലിയ ചീര തന്നെയാണ് കേട്ടോ. ഇടക്ക് ചെറുതും ഉണ്ട് കേട്ടോ, പറ്റിക്കൽസൊക്കെ ഉണ്ട്. നടുക്കൊക്കെ ഇടക്ക് ചെറുതായിരുന്നു. ഇലയൊക്കെ എടുത്ത് മാറ്റട്ടെ. എന്നിട്ട് നല്ല ചീരയായിരുന്നു, പുഴുവൊന്നും അങ്ങനെ ഇല്ല, പുഴുക്കൊത്തുള്ള ഇലയൊന്നും ഇല്ല, നല്ല ഇല തന്നെയാണ്. തോരൻ വെക്കാമെന്നാണ് എൻ്റെ വിചാരം കേട്ടോ. തോരൻ വെക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ചീരയുടെ തണ്ട് വേറെ ഇല വേറെയൊക്കെ മാറ്റിയിട്ടെ ഞാൻ. അപ്പോൾ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് റെഡിയാക്കി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചങ്ങോട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് കഴിയും. കട്ട് ചെയ്യാൻ പെട്ടെന്ന് കഴിയും, പക്ഷേ ഇത് നന്നാക്കിയെടുക്കാനാണ് പാട്. ഇതൊക്കെ നന്നാക്കുമ്പോഴേ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം കേട്ടോ. ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ പണിയൊന്നും നടക്കില്ല ഇതും വെച്ചിട്ടിരുന്ന. ഇത് കഴിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് നന്നാക്കണ അത്ര എളുപ്പമല്ല. വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ, എല്ലാം കൂടി നടക്കില്ല. ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾ വേണം. അത് കാരണം കുറച്ച് വാങ്ങിച്ചു കേട്ടോ, 20 രൂപയൊക്കെ വാങ്ങിച്ചുള്ളൂ. ഇപ്പം നമുക്ക് ചീരത്തോരൻ റെഡിയാക്കാം കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ വന്നിട്ടുണ്ട്. അല്പം കടുക് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മുളക് പൊടി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരത്തണ്ട് ഇട്ട് കൊടുക്കാം. തണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പകുതി വേവാകുമ്പോൾ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. തണ്ട് ആദ്യം ഇട്ട് കൊടുക്കും, എന്നിട്ട് അല്പം നേരം കഴിയുമ്പോൾ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് റെഡി ആവട്ടെ. അപ്പം നമുക്ക് നോക്കാട്ടോ, നമ്മുടെ തണ്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ ഇല നുറുക്കി വെച്ചേക്കണത് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ പീര ക്രഷ് ചെയ്തതാണ്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ചെറുജീരകപ്പൊടിയാണ്, ഓട് കാച്ചി പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറുജീരകമാണ്, അതല്പം ഇട്ട് കൊടുക്കാം. ചെറുതീയാണ് ഇട്ടേക്കണത്. ഒന്ന് ആവിയേറട്ടെ, അതിന് ശേഷം നമുക്ക് ഇളക്കി കൂട്ടാം. അപ്പോൾ നമുക്ക് ചീര നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൂട്ടാവുന്ന ഒരാവി കയറിയിട്ടുണ്ട്. ഇന്നും കൂടി ഒന്നാകട്ടെ. നമുക്ക് ചീര നോക്കാം കേട്ടോ. നമ്മുടെ ചീരത്തോരനിൽ പീര ഇത്തിരി അധികമാണ്. ഇവിടെ പീര ഇത്തിരി അധികം ഇടണതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പീര ഇത്തിരി അധികം ഇട്ട്. ഇത്രയും പീര വേണമെന്നില്ല. പീര ഇടുന്തോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യലിനെ ഇന്നലത്തെ പൂമീൻ കറി വെക്കണയിൽ നിന്നും ഒരു 3-4 കഷ്ണം ഞാൻ ഉപ്പൊക്കെ പുരട്ടി വറക്കാൻ പുരട്ടി മാറ്റി വെച്ചിരുന്നു. ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ അത് ഇന്ന് വറക്കണേണ്. അപ്പോൾ ഇതിലിപ്പോൾ മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അല്പം ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വലിയ മീനാകുമ്പോൾ ഞാൻ ഇത്തിരി ഗരം മസാലയും കൂടി ചേർക്കും മാരിനേറ്റ് ചെയ്യാൻ. അതും കൂടി ചേർത്താണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറുതീയിൽ കിടന്നൊന്ന് റെഡി ആവട്ടെ. 4 കഷ്ണമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൂമീൻ കഷ്ണങ്ങൾ വറുത്ത് കഴിഞ്ഞിട്ടോ. ഞാൻ ഇന്നത്തെ സ്പെഷ്യലിൻ്റെ മീൻ വറുത്ത ഇതാണ്. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിക്കാം. അപ്പോൾ മീൻ വറുത്തെടുക്കാം. ഏറ്റവും ചെറുത് നോക്കിയാണ് എടുക്കണത്. ഞാനും പറഞ്ഞ് പ്രശ്നം വേണ്ട ഇവിടെ. പിന്നെ കറി വെച്ചതാണ്. കറി വെച്ചത് 2-3 കഷ്ണമേ ഉള്ളൂ കേട്ടോ. നല്ല കഷ്ണമൊക്കെ അപ്പനും മോനൊക്കെ ഇരിക്കട്ടെ. ഞാനൊരു ചെറിയൊരു കഷ്ണം അരികിലിട്ടു. 2-3 കഷ്ണമുണ്ട്. മാങ്ങയൊക്കെ വെന്തലിഞ്ഞ് ചേർന്നു ചാറിൽ. അല്പം ചാറ് വയ്ക്കട്ടെ. പിന്നെ ചീരത്തോരനാണ്. എനിക്ക് പക്ഷേ പച്ച കളറിലെ ചീരയാണ് ഇഷ്ടം കേട്ടോ. ചുമന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമേ. അല്പം എടുക്കാം.
എനിക്ക് പച്ച കളറിലെ ചീരയാണ് ഇഷ്ടം. ആ ചേട്ടൻ്റെ കയ്യിൽ പച്ച കളറിൽ ഉണ്ടായില്ല, ചുമന്നത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ കഴിക്കാം. ചാറൊന്ന് ഇന്നലത്തെ ചാറാണ്, എന്നാലും ചൂടാക്കിയൊക്കെ എടുത്തപ്പോൾ നല്ല മണോട്ടാ. പൊളിയാണ്, പൊളി. വറുത്ത മീനാണ്. ഇന്നലെ പുരട്ടി വെച്ചുകൊണ്ട് ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ചീരത്തോരനാണ്. മീൻ കറി വെച്ചതാണ്, അല്പം എടുത്തിട്ടുള്ളൂ. ഒരു കഷ്ണത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കണേ കേട്ടോ. ഇനി കാന്താരിമുളകും ഒരു കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഭയങ്കര എരിവാണ്. കാന്താരിമുളക് കൊടുക്കത്തെ എരിവാണപ്പോൾ ഇപ്പോഴും. ഇത്രയും ദിവസം, ഒരു മാസം അധികമായി, എന്നിട്ടും എരിവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഇന്നത്തെ സിമ്പിൾ സ്പെഷ്യൽ കേട്ടോ. മീൻ കറി, മീൻ വറുത്തത്, പിന്നെ ചീരത്തോരൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ ഒരാൾ പ്രീത അനൂപ് എന്നോട് ഒരു ഹായ് ചോദിച്ചിട്ടുണ്ട്. ചേച്ചിക്കുട്ടി ഒരു ഹായ് തരുമോയെന്ന് ചോദിച്ചു. എന്താ 10 ഇരിക്കട്ടെ, വിഗ് ഹായ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.